നമസ്കാരം. ഇന്ത്യ US ട്രേഡ് ഡീലിൻ്റെ ഫ്രെയിംവർക്ക് രൂപീകരിക്കപ്പെട്ടതും കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റിൽ ടെക് സ്റ്റോക്കുകളിൽ ഉയർന്ന ബയിങ് വന്നതും മൂലം തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് പ്രതീക്ഷിക്കാവുന്നതാണ്. മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനേക്കാൾ ഉപരി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് എവിടെ ക്ലോസിംഗ് നൽകുന്നു എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് ബുള്ളിഷായി തുടരുമോ എന്ന് നിശ്ചയിക്കുന്ന പ്രധാന ഘടകം. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ബോട്ടം ലെവലിൽ നിന്നും ഏകദേശം 200 പോയിന്റ് റിക്കവർ ആവുകയും ഒരു പോസിറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. കൂടാതെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലൊക്കെ ബയിങ് ആരംഭിക്കുകയും ചെയ്തത് മാർക്കറ്റിൽ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇവിടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴാഴ്ചയിലെ ഹൈ ആയ 25,757 ബുധനാഴ്ചയിലെ ഹൈ ആയ 25,818 പ്രധാന രണ്ട് റെസിസ്റ്റൻസ് ലെവലുകളായി പ്രവർത്തിക്കുക. അതിനുശേഷം 26,000 ഒരു സൈക്കോളജിക്കൽ ബാരിയറായി പ്രവർത്തിക്കുകയും ചെയ്യും. 26,341 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ മാർക്കറ്റിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ വന്ന് മാർക്കറ്റ് വീണ്ടും ഹയർ സൈഡിലേക്ക് നീങ്ങുന്നു എന്ന് നമ്മൾക്ക് കൺഫേം ചെയ്യാനും സാധിക്കും. ഇവിടെ 25,500 ആയിരിക്കും മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. അനലിസ്റ്റുകളുടെ സെറ്റപ്പ് അല്ലെങ്കിൽ അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ നമ്മൾ പരിശോധിച്ചാൽ ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി ആയിരിക്കും വരും സമയങ്ങളിൽ മാർക്കറ്റിൽ പ്രവർത്തിക്കുക. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ളതും അതേസമയം റിസ്ക് റിവാർഡ് റേഷ്യോയിൽ വളരെ ഫേവറബിളായി ലഭിക്കുകയും ഡിമാൻഡ് സോണിൽ ലഭിക്കുന്നതുമായ രണ്ട് സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് കല്യാൺ ജുവലേഴ്സ്. കല്യാൺ ജുവലേഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതായതുകൊണ്ട് വരുന്ന ആഴ്ച കല്യാൺ ജുവലേഴ്സ് പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്കിൽ ഒരു വാല്യൂ ബൈയിങ് നമ്മൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്തു. കല്യാൺ ജുവലേഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 90% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 218 കോടിയിൽ നിന്നും 416 കോടിയിലേക്ക് എത്തിയിരുന്നു. കൂടാതെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇയർ ഓൺ ഇയറിൽ 42%, ക്വാർട്ടർ ടു ക്വാർട്ടറിൽ 36% ഉയരുകയും ചെയ്തു. മികച്ച ക്വാർട്ടർലി റിസൾട്ടിനോടൊപ്പം കമ്പനി ഹെൽത്തി സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്തും റാപ്പിഡ് ഷോറൂം എക്സ്പാൻഷനും കാഴ്ചവെച്ചിട്ടുണ്ട്. ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിലാണ് കല്യാൺ ജുവലേഴ്സ് മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കുക. കൂടാതെ കമ്പനിയുടെ എബിറ്റ 75% ഇയർ ഓൺ ഇയറിൽ ഉയരുകയും എബിറ്റ മാർജിൻ 7.3% വർദ്ധിക്കുകയും ചെയ്തു. 27% CAGR കൂടിയുള്ള സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് കമ്പനി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ബിസിനസ്സിലും കമ്പനി സ്റ്റെബിലിറ്റി കൈവരിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് ബിഫോർ ടാക്സും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും ഇംപ്രൂവ് ആയതിൻ്റെയും പശ്ചാത്തലത്തിൽ കല്യാൺ ജുവലേഴ്സ് നാളെ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ കമ്പനി അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ബാലൻസ് ഷീറ്റ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ കോമ്പൗണ്ടിങ് വരാനുള്ള സാധ്യതയും കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്കിൽ അനലിസ്റ്റുകൾ കാണുകയും ചെയ്യുന്നു. ഇവിടെ കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്ക് വളരെ വലിയൊരു കറക്ഷന് ശേഷം ഡിമാൻഡ് സോണിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലായിരുന്നു 450 എന്ന ലെവൽ ബ്രേക്ക് ചെയ്തതിനു ശേഷം സ്റ്റോക്കിൽ ഡിസിസീവായി ഫോൾ വരികയും 2 ആഴ്ച കൊണ്ട് സ്റ്റോക്ക് ഏകദേശം 380 എന്ന റേഞ്ചിന് അടുത്തേക്ക് എത്തുകയും ചെയ്തു. ഇവിടെ 320 സ്റ്റോക്കിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവൽ. കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്കിൽ ഫ്രഷ് പൊസിഷൻ എടുക്കുന്നവർ 320 രൂപയുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. ഇവിടെ നിന്നും സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യാനും ഹയർ സൈഡിലേക്ക് നീങ്ങാനുമുള്ള പോസിബിലിറ്റി ഉണ്ട്. രണ്ടാമത്തെ സ്റ്റോക്ക് PFC എന്ന സ്റ്റോക്കാണ്. PFC, REC തുടങ്ങിയ കമ്പനികളുടെ മെർജറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ PFC, REC തുടങ്ങിയ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നു. PFC 417 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 444 സ്റ്റോക്കിൻ്റെ 52 വീക്ക് ഹൈ ആണ്. PFC RECയുടെ 52.6% സ്റ്റേക്കുകൾ അക്വയർ ചെയ്യുന്നു എന്നുള്ള അപ്ഡേറ്റ് വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ രണ്ട് കമ്പനികളും തമ്മിൽ മെർജ് ആവുകയും ഒരു അംഗീകൃത ഗവൺമെൻറ് കമ്പനിയായി PFC എന്ന കമ്പനി വളരുകയും ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ PFC എന്ന സ്റ്റോക്കിനെ വരും ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. REC എന്ന കമ്പനിയും PFC എന്ന കമ്പനിയും പവർ ഇൻഫ്രാസ്ട്രക്ചറിന് ആവശ്യമായിട്ടുള്ള ഫിനാൻസിങ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, റിന്യൂവബിൾ എനർജി, ഇലക്ട്രിക് വെഹിക്കിൾ, ബാറ്ററി സ്റ്റോറേജ്, ഗ്രീൻ ഹൈഡ്രജൻ തുടങ്ങിയ സെക്ടറുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസാണ് കമ്പനികൾ നൽകുന്നത്. കൂടാതെ REC എന്ന കമ്പനി നോൺ പവർ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻസ് നൽകുന്നുണ്ട്. ഹൈവേ, മെട്രോ റെയിൽ, എയർപോർട്ട്, IT കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവയ്ക്കും REC എന്ന കമ്പനി ഫിനാൻസ് നൽകുന്നു.
ഈ ഫാക്റ്റുകളുടെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. 431 രൂപയ്ക്ക് അടുത്ത സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 450 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. 450 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 500, 525 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്